കൊച്ചുവിൻ്റെ ബർത്ത്ഡേ ആണെന്ന് നമുക്കിന്ന് പോയി അവനെ വിഷ് ചെയ്തിട്ട് വരാം. അതാണെങ്കിൽ പിന്നെ ഈ വീഡിയോ ഒരു പ്രത്യേകത ഒരുപാടുള്ള വീഡിയോ ആയിരിക്കും. അത് നമ്മൾ പറയുന്നില്ല, എല്ലാം സസ്പെൻസാണ്. കൊച്ചിനിപ്പോ 25 വയസ്സാവുമ്പോൾ അപ്പൊ അതങ്ങ് നമ്മളങ്ങ് ആഘോഷിക്കരുത്. ഹാപ്പി ഉണ്ട് കേട്ടോ, ഞങ്ങൾ 4 പേരുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ഇവിടെ പുറത്തിരിക്കുന്നു. എനിക്ക് റോബി വരുമെന്ന് അറിയാനുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ തന്നെ അങ്ങോട്ട് പറയാം ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. വർഷം അതെ 25 വയസ്സായിരിക്കാണ് സുഹൃത്തുക്കളെ. എനിക്ക് എന്നെ വിശ്വസിക്കാൻ വയ്യ. എനിക്ക് 25 വയസ്സായിരുന്നു. എന്നെ കണ്ടാത്ത പറയോ പറയൂല്ലേ? 16 വയസ്സിനുണ്ട്. 16, 15 അത്രയേ ഉള്ളൂ. കഷ്ടിച്ച് മുതുകനായി. അപ്പൊ താങ്ക് യു. രാവിലെ അതുകൊണ്ട് പറഞ്ഞതാണ്. നീ എന്തിനാ പ്ലാൻ? നിങ്ങളെ എനിക്കൊന്നും അറിയത്തില്ല. ഞങ്ങൾ എല്ലാം നമുക്ക് താപ്പോട്ടോ. അതെ, ദിസ് വ്ലോഗ് ഈസ് ഇവരുടെ പ്ലാനാണ്. ഞാൻ ഇതിലൊന്നുമില്ല. ബിരിയാണി വെക്കാം. രാവിലെ പോയിട്ട് വന്നിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. അതെ ഗൈസ്, എന്തായാലും ഇന്ന് അമ്പൂട്ടന്റെ ചോറുകൊടുപ്പാണ്. അപ്പം രാവിലെ തന്നെ നമ്മൾ ചോറുകൊടുപ്പിന് പോകും. പോയിട്ട് വന്നിട്ട് നമുക്ക് ഫുഡൊക്കെ വെച്ചിട്ട് എല്ലാവരും വരും. എല്ലാവരും വിളിച്ചിട്ടുണ്ട്. ഫാമിലി എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വരും എന്നാണ് പ്രതീക്ഷ. നമ്മൾ എന്തായാലും ഇന്ന് ബിരിയാണി ഒക്കെ വെക്കുന്നുണ്ട്. റൂമിൽ ഇരിക്കാതെ പോയി അപ്പുറത്ത് പോയി പാത്രം തന്നെ എന്തായാലും ഇന്ന് തുടങ്ങുമല്ലേ, നമുക്ക് ഒരു പടക്കം പൊട്ടിച്ചിട്ടാവാം. പടക്കമല്ല, പാണം വിടാം. അന്ന് വിഷുവിന് മേടിച്ചതിന്റെ ബാക്കി 3-4 വാണം ബാക്കി ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് അതെടുത്ത് എന്റെ 25ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോണ ഒരു സംഭവം. ഇത് ഫ്ലോപ്പായ എന്റെ 25 വയസ്സ് ഫ്ലോപ്പാവും. ഇത് നേരെ മണ്ടേ പോവുകയാണെങ്കിൽ എന്റെ ഈ വർഷം അടിപൊളിയായിരിക്കും. ആ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് വിടാനുള്ള സംഭവം. കാരണം ഇത് അതിന്റെ ഇരിപ്പ് കണ്ടിട്ടേ ഇല്ല എങ്ങനെ ചരിഞ്ഞാലും ഞാൻ ഈ പ്രാവശ്യം എനിക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ പോകും. ഉറപ്പാണ്. ഇത് നേരെ പോയില്ലേ ബാക്കിയുള്ളവർക്ക് മനസ്സമാനം. ഞാൻ ആദ്യമായിട്ട് ഏർപ്പെടുന്ന ഒരു സംഘടനയാണ്. ഈശ്വര, നല്ല വർഷമാണ്. പറന്നു ഇതുപോലെ പുകയായി വന്നു. ഉറങ്ങാം. ഒന്നുകൂടെ വിടാല്ലേ? അച്ഛനോട് എടുത്ത് വീട് കണ്ടോ? 2ാം വാണമാണ് ഈ വർഷത്തെ. അടുത്തത് അച്ഛന്റെ ഈ വർഷം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ന്യൂ ഇയർ ഒന്നും അല്ലല്ലോ. അല്ല, ഇത് എന്റെ ഒരു നീ വർഷം പോക്കാൻ എല്ലാരും വളഞ്ഞിട്ടോ. അതൊന്ന് ആലോചിക്കാണ്. അപ്പൊ ഗൈസ്, എന്തായാലും നമുക്കിനി നാളെ രാവിലെ കാണാം സുഹൃത്തുക്കളെ. ഇല്ലേ മാ? ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇനി വേറെ ഒന്നുമില്ല. ഇനിയിപ്പം പോയി കിടന്ന് ഉറങ്ങാം ഗൈസ്. ഉറങ്ങിയിട്ട് എനിക്കിനി വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഒന്ന് പോയി കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ എണീറ്റ് നമുക്ക് അമ്പലത്തിലൊക്കെ പോകണം കേട്ടോ. അപ്പൊ ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങാം. അപ്പം ഹാപ്പി ബർത്ത്ഡേ ഗൈസ്. എനിക്ക് തന്നെ ഞാൻ പറഞ്ഞതാണ്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ രാവിലെ കാണാം സുഹൃത്തുക്കളെ. ബൈ.
ഹാപ്പി കേട്ടോ. ഓ ഇവിടെ എന്തുവാ പരിപാടി ഗൈസ്? ബർത്ത്ഡേ കേക്കൊക്കെ കൊണ്ടുവന്ന കേട്ടോ. താങ്ക് യു ബ്രോ, താങ്ക് യു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഓർഡർ ചെയ്ത് അയച്ചായിരിക്കും, എനിക്കറിയില്ല. ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. അച്ഛൻ ഓർഡർ ചെയ്ത അച്ഛാ? പറഞ്ഞു, അച്ഛനും പറഞ്ഞു കേക്കിന്. അപ്പൊ എല്ലാം തിന്നാ മതി. എന്തോ പരിപാടി ഇന്ന് ഫുള്ള് നീ ഒന്നും ഇവിടെ ഇറങ്ങണ്ട വെളിയിൽ. ആണോ? എന്നാ ശരി, ഞാൻ ഇറങ്ങണ്ടല്ലോ. കേക്ക് കട്ടി പറഞ്ഞല്ലോ അച്ഛൻ. ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യല്ലേ? ഇത് നമ്മൾ അന്ന് മേടിച്ചതാ, ക്രിസ്മസിന് മേടിച്ച ലൈറ്റ്. അതൊക്കെ എടുത്ത് ലൈറ്റ് ഒക്കെ അച്ഛൻ പോയി മേടിച്ചോ? എനിക്ക് വയ്യ. അച്ഛൻ പോയി ലൈറ്റ് ഒക്കെ മേടിച്ചോ ഒന്ന് സെറ്റ് ചെയ്യാട്ടോ. അമ്പൂട്ടന്റെ ചോറ് കൊടുപ്പിനൊക്കെ പോയിട്ട് വന്ന കേട്ടോ. തീരെ സമയം കിട്ടില്ല. രാവിലെ പോയതാണ്. ഒരു പരിപാടി ഇതുവരെ നടന്നിട്ടില്ല. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഇത്രയും നേരം. അപ്പം ഇനി വേണം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട്. അങ്ങ് ഫുള്ള് തിരക്കല്ലേ ഇന്ന്? ഇന്ന് എന്തുവായിരുന്നു ജഗ പോക ഗൈസ്. ഞാൻ ചില ദിവസങ്ങളിൽ എനിക്ക് പ്രത്യേകിച്ച് തിരക്കേ വരാറില്ല. അപ്പൊ ഞാൻ ആലോചിക്കും, എനിക്കൊരു തിരക്കും ഇല്ലല്ലോ, ഞാൻ എന്ത് ഫ്രീ മനുഷ്യനാ. ചില ദിവസം ഉണ്ടല്ലോ നിക്കാൻ സമയം കാണത്തില്ല, അങ്ങനെ തിരക്കായിരിക്കും. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. രാവിലെ എണീറ്റ് ഫുൾ തിരക്ക്, ബിസി. അമ്മ എന്തിരിക്കുന്നു? നീ അടുക്കളയിലോട്ട് പോയി ഞാൻ എന്തൊരു ചെയ്തെന്ന് നോക്ക്. ബാ കാണിച്ച മാതാശ്രീ ഇത്ര നേരം എന്തിനാ ചെയ്തെന്ന് നോക്കാൻ കേട്ടോ. എന്റെ ബർത്ത്ഡേക്ക് വേണ്ടിട്ട് ഇത്രയും ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്നു. ഇന്ന് ബർത്ത്ഡേ ഭയങ്കരമായിട്ട് വെട്ടോ കളർഫുൾ ആകില്ലേ? കളർഫുൾ ആക്കാൻ പോവാണോ? ഈ വീട്ടിന് ഇവിടെ തൂക്കിടണോ? നീ പറ, എന്റെ ആഗ്രഹം. ഇതെന്തോ ഒടുക്കത്തെ ബർത്ത്ഡേയാ? സിൽവർ ജൂബിലി അല്ലേ, അതുകൊണ്ട് ഇത് ആഘോഷിക്കണം. 25 വയസ്സ് ഇല്ലേ ചാ? 25 വയസ്സ് നമ്മളങ്ങ് ആഘോഷിക്കും. 25 വയസ്സ്, 50 വയസ്സ്, 75 വയസ്സല്ലേ മറ്റേ ഷട്ടിപൂർത്തി. അമ്മ അച്ഛനോ പിന്നൊരു കാര്യം, അമ്മ അച്ഛനൊക്കെ ഉള്ളപ്പോഴേ ഈ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കൂ. നീ നിന്റെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കാൻ നിൽക്കുവോ? അല്ല, കേക്ക് കുടിക്കത്തില്ലോ. എനിക്ക് ആഘോഷിക്കണം, ഞാൻ ആഘോഷിക്കും. ഒറ്റയ്ക്കാണെങ്കിൽ പ്ലം കേവ് മേടിച്ച് തിന്നിട്ടായിരുന്നു ഞാൻ ആഘോഷിക്കും. ഏച്ചാ ഷട്ടിപൂർത്തി ഏതോ ഇത്ര വയസ്സിലാണ്? 75 അല്ലായിരുന്നാ? അല്ലേ? അത് കഴിഞ്ഞ പ്രാവശ്യം ആൾക്കാർ പറഞ്ഞായിരുന്നു, കണക്ക് കയറ്റി പോയി. 75 നോക്കിയൊക്കെ നടക്കുക കേട്ടോ. ക്യാമറ പിടിച്ചോണ്ടിരിക്കുക. അതാ എക്സ്ക്ലൂസീവ് വിഷ്വൽസ്. 24ന്റെ പ്രവർത്തകൻ ചാടച്ചാ. ഓ ഭയങ്കര ചൂടാട്ടോ ഇവിടെ. അമ്മ എന്ത് ചെയ്തോണ്ടിരുന്നു ഇത്ര നേരം? ഓ അമ്മ എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. ബിരിയാണിക്കുള്ള കംപ്ലീറ്റ് സാധനം മമ്മി ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ക്യാരറ്റ് പായസം വെക്കുന്ന റൈസ് ഇടാൻ. ഓക്കെ, എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. അരിയൊക്കെ കുതിർത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പച്ചമുളക് വെള്ളിയിട്ട് വെക്കുന്നത്. പച്ചമുളക് ഇട്ടാണ് കേട്ടോ ബിരിയാണി വെക്കണം. ഹൗ മെനി കോഴീസ്? ഹൗ മെനി എത്ര കോഴി ഉണ്ടായിരുന്നു? ഞാനല്ല പോയത്, അച്ഛനെ പോയതല്ലേ? എന്നാലും കാണും പറഞ്ഞു 2 കോഴി ഉണ്ടെന്ന്. കാലുണ്ടോക്കി അറിയാം. 4 കാലുണ്ടായിരുന്നു. 4 കാലുണ്ടെങ്കിൽ 2 കോഴി. 2 കോഴി. ഒരു കോഴിക്ക് 2 കാലുണ്ടല്ലോ. ഒരു കാല് 2 സിറക്, 2 സെർവല്, 2 കാല്, 2 സിറക്. എപ്പോ തുടങ്ങുന്ന കുക്കിംഗ്? തുടങ്ങും നിന്റെ താമസം. എന്റെ താമസമാണോ? ഓക്കെ, എഡിറ്റ് ചെയ്ത് കഴിഞ്ഞോ? ഇല്ല, എനിക്ക് കുറച്ചുകൂടെ ഉണ്ട് ബാക്കി. അതുകൂടെ ചെയ്തിട്ട് നമുക്ക് 6:30 അച്ഛൻ എല്ലാവരും വിളിച്ചേക്കോ. 6 കറക്റ്റ് അച്ഛൻ എല്ലാരും വിളിച്ചേക്കും കേട്ടോ. അവര് വന്നിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഭയങ്കര ഒരു ഇതാവും. അതിന് മുമ്പ് നമുക്ക് ഫുഡ് റെഡി ആക്കണം ഗൈസ്. അപ്പൊ അടുത്ത പരിപാടി നമുക്ക് കുക്കിംഗ് ആണ്. അച്ഛാ കുക്കിംഗ് ഒക്കെ തുടങ്ങാം നമുക്ക്. പടക്കം മേടിക്കണ്ടേ? അയ്യോ, എനിക്ക് പടക്കം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പടക്കില്ലാണ്ടൊരു പരിപാടി ഇല്ല എനിക്ക്. ആഘോഷം ഫുഡ് വെച്ചിട്ട് നമുക്ക് പടക്കം മേടിക്കാൻ പോവാം. ഹേ ഗായ്സ്, അപ്പൊ സമയം ഏതാണ്ട് 4 മണി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അച്ഛൻ 4 മഴയൊക്കെ പെയ്തു കേട്ടോ. ചെറിയൊരു മഴയൊക്കെ അങ്ങ് പെയ്തു. അങ്ങ് മുറ്റമൊക്കെ അങ്ങ് വൃത്തിയായി അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കുക്കിംഗ് തുടങ്ങിയാലോ മമ്മേ? തുടങ്ങാം. ഇത് എന്തിനാ പുകയടിക്കുന്നതോ? തീയടിക്കുന്ന ഫയർ ഗ്യാസ് ഫയർ. വേണ്ട, മമ്മീജി പോയി അണ്ടാവൊക്കെ എടുത്തോണ്ട് വന്നു. വെയിലും മഴയൊക്കെ പെയ്യും കേട്ടോ. കുറുക്കന്റെ കല്യാണമാ. കുറുക്കന് ഒരേ കല്യാണമായി. നമുക്ക് എന്തു വലിയ ചെയ്തത്. നമുക്ക് ഗൈസ് അപ്പം അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വാ, എന്തിനാ മാറിയിരിക്കുന്ന? വാ വാ വാ. എല്ലാ പ്രാവശ്യവും എല്ലാം കഴിഞ്ഞിട്ടല്ലേ വരുന്ന അല്ലേ? മൂത്തമ്മയുടെ നേരത്തെ പറഞ്ഞോ 4 മണിയാകുമ്പോഴേ ബിരിയാണി റെഡി ആവുമെന്ന്. അങ്ങനെ വന്നതാ, പെട്ടുപോയി.
ഞാൻ കുക്ക് ചെയ്യും, പക്ഷെ എനിക്ക് സപ്പോർട്ട് വേണം. ആദ്യം നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ റൈസ് ചൂടാക്കി എടുക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്ന. അത് നമുക്ക് ബഹുമാനം കാണിക്കാം കുറച്ച്. അയ്യോ മുണ്ടിപ്പോ അതിന്റെ ഇടയിൽ പോയാൽ ദൈവം ഇതൊരു നല്ല ബിരിയാണി ആയിട്ട് പറഞ്ഞേ. മതിയാ നിർത്താറാകുമ്പോ പറയാം. മഴ പെയ്യണം കേട്ടോ. മഴയായാലും നമ്മൾ വിട്ടു കൊടുക്കുന്നില്ല, ഇടാൻ പോവാ. അതാ ഇട് നെയ്ക്കകത്ത് അരി ഇട്ടോ, ഇനി വറുത്തെടുക്കാം. ഓ മഴയത്ത് കുക്ക് ചെയ്യുന്ന ഒരു വൈബ്. നേരത്തെ ഇട്ട അരി വറുത്ത് കോരുക കേട്ടോ. ഇങ്ങനെ എന്തിനാ അരി വറുത്ത് കോരുന്ന? വാട്ട് ഈസ് ദ ഉപയോഗം? ചോറ് തങ്ങളി ഒട്ടത്തൊന്നുമില്ല വെന്ത് കഴിയുമ്പോൾ. അരി വേർതിരിഞ്ഞിരിക്കും. അടുത്ത സ്പൈസസ് ആണ് പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി, അലമര സിനിമാനത്തിച്ച് അതിടാം. ഇതെല്ലാം ഇടട്ടെ? ഇത് ഉണ്ട ഇടാലോ. റബ്ബറും നമ്മൾ സവാള എടുക്കത്തില്ല അല്ലേ? കൊച്ചുള്ളി സവാള ഉണ്ട്. സവാളയും കൊച്ചുള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ കൊച്ചുള്ളി സവാള. അച്ഛന് തലയെ കെട്ടില്ല അച്ഛാ. തോർത്ത് അമ്മ അച്ഛന് തലയെ കെട്ട തോർത്തെടുത്തിട്ടോ. ഞാൻ മുണ്ട കഴിഞ്ഞാൽ കയറട്ടെ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഷർട്ട് മാത്രമേ മാറ്റിയുള്ളൂ കേട്ടോ. ആ മുണ്ടൂടെ തന്നെ നിൽക്കുമോ? ഞാൻ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്ന? ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എന്നിട്ട് ആ പോയയുടെ കീഴിക്കണത് കൊള്ളുക. രണ്ടു കൂടി ഉപ്പില്ലേ? തലേ കെട്ടാ. ഓ പടയപ്പാ കേട്ടോ. എൻ്റെ അടുത്ത് ചോദിക്കണ്ട, എനിക്ക് അറിഞ്ഞൂടാ. തക്കാളി കേട്ടോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് കേട്ടെ. മഴ ഇപ്പൊ പെയ്യും കേട്ടോ. എൻ്റെ ബർത്ത്ഡേ മിക്കവാറും വെള്ളത്തിലാവും. വെള്ളംകളിയിലെ വെള്ളംകളി. സ്പൈസസ് ഇതെന്തൊക്കെയാണ്? മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി. ഒത്തങ്ങിടാട്ടോ. ഇട്ടോ ഒരു ഫ്രണ്ടാസ്റ്റിക് മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഗ്രീൻ ക്യാപ്സിക്കംസ് ഇളകിക്കോ. ചിക്കൻ ഇടാം. ഇട്ടോ സമയമില്ല കേട്ടോ, അതാണ് പെട്ടെന്ന് ആക്കുന്നത്. നമുക്കിനി വെള്ളം ഒഴിക്കാട്ടോ ഇതിനകത്തോട്ട്. ഒരു കുട്ടി വെള്ളം വേണോ അമ്മ? അരിയും കൂടി ഇട്ട് വേവിക്കുമല്ലേ? ഇത് എത്ര നേരം കൊണ്ട് വേവും? അത് വേവുമ്പോ വേവും. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, നമുക്കൊരു കണക്ക് പറയണ്ടേ ഏകദേശം സമയം. ഒരു 10 മിനിറ്റ് ആവുമ്പോഴും വേവും. 10 മിനിറ്റ് ഒന്നും ഇനി അരി കിട്ടുമല്ലേ? ഓക്കെ തട്ടിക്കോ. ഈ വെള്ളം കറക്റ്റ് ആണോ അച്ഛാ? വെള്ളം എല്ലാം കറക്റ്റ് ആട്ടോ. ഈ റൈസിനി ഒരു മണിക്കൂർ ആവോ വേവാൻ? 1 മണിക്കൂറും കൂടെ ഒന്ന് ഇരിക്കുമ്പോഴത്തേന് വെന്ത് വരും കേട്ടോ. 1 മണിക്കൂറൂടെ കഴിയുമ്പോഴത്തേന് നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയാവും. തീ ഒന്ന് മാറ്റിയിട്ടേക്കാം അല്ലേ? ഇത്ര തീ വേണ്ട. മഴ ബിരിയാണി, റെയിൻബോ ബിരിയാണി. ക്യാരറ്റാണേ. പുതിനയില, മല്ലിയില, കരിയാപ്പില ഇടൂലേ? ഇല്ലേ? അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ. അണ്ടിപ്പരിപ്സ് ആൻഡ് മുന്തിരിസ്. ഒത്തിരി പണി എടുക്കുന്നുണ്ടല്ലേ പൂർഡാടി. മൂത്തമ്മയൊക്കെ ഒന്നാ കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. എന്നാ വൈകിട്ട് ബിരിയാണിയെ കൊണ്ട് വരൂലേ? സെറ്റ് വരുമല്ലേ? അതുകൊണ്ട് കണ്ടാ അടുപ്പ് കണ്ടാ റെഡി ആയിക്കൊണ്ടിരിക്കുക ബിരിയാണി. വരണേ. ഇന്ന് ഫുള്ള് തിരക്ക് തന്നെ അല്ലേ മൂത്തമ്മ? രാവിലെ അമ്പലത്തിൽ പോക്ക്, ചോറ് കൊടുപ്പ്, വൈകിട്ട് ബർത്ത്ഡേ. ഓ ഇന്ന് മൊത്തം തിരക്ക് തന്നെ. മഴയത്ത് കത്തുന്നല്ലേ അത്? വീതിയുള്ള ഉള്ളിലുള്ള കണല തീ അതാണൊക്കെ നിൽക്കും. അകത്തോട്ട് വെള്ളം വരുന്നില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും വരും കേട്ടോ. സെറ്റാ. ഹാപ്പി ബർത്ത്ഡേ ടു മീ. അമ്മാമ്മയൊക്കെ എത്തിയ കേട്ടോ. ഇനി പടക്കം മേടിക്കാൻ പോണം. വൈകിട്ട് പൊട്ടിക്കണ്ടേ നമുക്ക്? പൊട്ടിക്കണ്ടേ ചാച്ചാ? പൊട്ടിക്കണം. ഒരു പൂത്തിരിയൊക്കെ എടുത്ത് കൈ തരുന്നുണ്ട്. റെഡിയാക്കാം. കഴിഞ്ഞ പടക്കത്തിന് അവർ വലിഞ്ഞു. ശരിയാ. വിഷുവിന് വന്നിട്ട് നിങ്ങൾ നേരത്തെ പോയല്ലേ? ആ വിഷമം നമുക്ക് ഇന്ന് തീർക്കാം. പൊട്ടിക്കാ ചാച്ചാ. അച്ചാച്ചൻ പണ്ട് മറ്റേ പാറയിലെ പൊട്ടിപ്പോയായിരുന്നു കേട്ടോ. മുട്ടം വെടിയാ അച്ചാച്ചൻ. അതാ അച്ചാച്ചൻ പൊട്ടിച്ച പിന്നെ കുറച്ചു നേരം പടക്കത്തിന്റെ കൂടെ ഇരിക്കണം. അച്ചാച്ചന് പാറ കൂട്ടിയിരിക്കും അല്ലേ? ഇവിടെ അർക്കന്നൂരിലായിരുന്നാ? അർക്കന്നൂര് പാറ കൂട്ടിയിലായിരുന്നു അച്ചാച്ചൻ. കട തുറന്നാ? ആളെ കൊണ്ടല്ലേ? കുഴപ്പമൊന്നുമില്ല, അടിപൊളി. തോട്ടി വെള്ളം കൊണ്ടോ? ആയി. ഓക്കെ നമുക്ക് കൊച്ചു വിശേഷങ്ങളാ. അതുകൊണ്ട് അവിടെ ബിരിയാണി ആവുന്നുണ്ട്, ചിക്കൻ ബിരിയാണി.
നോക്കിയായിരുന്നോ? ഇല്ല. അങ്ങോട്ട് വർത്താനം പറയാക്കോട്ടെ. എന്തുവാ തല ആട്ടി നമ്മക്കൂടെ തലയാട്ടും. ഇപ്പൊ ഇല്ലാത്തോണ്ട് മിസ്സിംഗ് ഉണ്ടായിരുന്ന കുറച്ചു ദിവസം ഉണ്ടായിരുന്നല്ലേ? ഇപ്പോഴും ആദ്യം ഇവരെ കാണാൻ. അതാ ഇവ എല്ലായിടത്തും പെട്ടെന്ന് ക്ലോസ് ആവും. മാമിക്ക് 2 ദിവസം മൂട്ടാവധിയായിരുന്നു ഹാപ്പി ഇല്ലാത്തോണ്ട്. ബിരിയാണി ഉണ്ട് കൊണ്ട് അപ്പുറത്തോട്ട് പോയി നോക്ക്. ആണ്ടാവിനകത്തോടെ തലയിട്ട് നോക്ക്. നീ എന്തുവാ കുഴിമന്തി ഒക്കെ അറിയണ്ടേ? നമ്മള് വെച്ചിട്ടുണ്ടല്ലേ മന്തി. അടുത്തതിനാവട്ടെ, അടുത്ത ബിരിയാണിക്ക്. പക്ഷേ അടുത്ത ബർത്ത്ഡേക്ക് ആവട്ടെ. അടുത്ത വർഷം പിന്നെ ഓരോ മാസവും ബർത്ത്ഡേ ഉണ്ടാ. മാമി ഗിഫ്റ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ടോ? താങ്ക് യു മാമി. താങ്ക് യു. സത്യല്ലേ? എന്റെ സൈസ് അറിയായിരുന്നോ? ലാർജ് കുഴപ്പമില്ല, മീഡിയം എന്തുവാ ഈ സൈസിനൊക്കെ കൊടുക്കണം. ഞാൻ അങ്ങോട്ട് നോക്കി നിൽക്കുന്നു. അപ്പൊ ഇത്തിരി നേരം കൊണ്ട് കൂവുന്നവൻ. അത് ആരെ കണ്ടാലും കൂവും മാമി. ചുമ്മാ പറഞ്ഞു മാമി കണ്ടോണ്ടാ. അറിയാത്തവരെ കണ്ടാവും കുറയ്ക്കും. കുറയ്ക്കും അല്ലാതെ വിളിക്കുമല്ലേ. സ്നേഹം കൊണ്ട് വിളിച്ചത്. ഹലോ. അല്ല ഞാൻ ഒന്നും പറഞ്ഞില്ല. അത് മാമനാണ് കേട്ടോ, അമ്മയുടെ ആങ്ങള. ഓക്കെ അച്ഛൻ ഇനി പടക്കം പിടിക്കാൻ പോവാം. സമയമില്ല. നമ്മൾ ബിരിയാണി അവിടെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഒരു 1 മണിക്കൂറുടെ കഴിയുമ്പോൾ സെറ്റാവും. 1 മണിക്കൂർ വേണ്ട, ഒരു അരമണിക്കൂറുടെ കഴിയുമ്പോഴത്തേന് ബിരിയാണി സെറ്റാവും. എന്നിട്ട് നമുക്ക് പടക്കവും കൂടെ ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് സെലിബ്രേഷൻ തുടങ്ങാം സുഹൃത്തുക്കളെ. ഓക്കെ അപ്പോഴത്തേന് മഴ പോകുമായിരിക്കും അല്ലേ? മഴയൊക്കെ പോകും. ഹേ ഗൈസ്, സമയം ഏതാണ്ട് 7:30-7:45 സുഹൃത്തുക്കളെ. ഇവിടെ ബർത്ത്ഡേക്ക് അയ്യോ എനിക്ക് ക്രിഞ്ച് അടിക്കുന്നുണ്ട് കണ്ടിട്ട്. ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ട് ഏതാണ്ട് തൂക്കിയൊക്കെ ഇട്ടേക്കോ ബലൂൺ. ഈ ബലൂൺ എന്തോ മറ്റേ റിപ്പബ്ലിക് ഡേക്ക് ബാക്കി കളറുണ്ട. അച്ഛനായിട്ട് ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടാ പോയേക്കുന്നത്. എന്നിട്ട് എല്ലാരും ഇതിനകത്ത് ഇരുത്തി. അപ്പൊ എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാരും സർപ്രൈസ് ആവണം. അവിടെ ജീപ്പ് എടുത്താ പോയിരുന്നു. വല്ല അമ്മിക്കല്ല ആട്ടുകല്ലാം കാണാമല്ലോ. വെയിറ്റ് ഉള്ള ഏതോ സാധനം കേട്ടോ, അതാ ജീപ്പ് എടുത്ത് പോയത്. ശ്രീതും പോയിട്ടുണ്ട്. എന്റെ കയ്യിൽ വ്ളോഗ് എടുക്കാൻ ഫോണില്ല, ഈ 30 കേട്ടോ എടുക്കുന്നത്. അയ്യോ എനിക്ക് ടെൻഷൻ ആവുന്നു. എന്തിനോ വലുത് വരാൻ പോണത്. എന്തിനായിരിക്കും മുത്തച്ഛ? എന്താണ് സർപ്രൈസ്? അതെനിക്ക് അറിയാമെങ്കിൽ ഞാൻ പറയൂലേ. അതറിയത്തില്ല. അറിയാം. ആ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലേ? എന്തെങ്കിലുമൊക്കെ ആവട്ടെന്നല്ലേ? അതെ. അയ്യോ അച്ഛൻ എനിക്ക് ഭയങ്കര സസ്പെൻസ് എനിക്ക് അറിഞ്ഞൂടെ എന്തോ ഇത്. സുഹൃത്തുക്കളെ ഞാൻ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോകും. കേക്ക് കട്ട് ചെയ്യട്ടെ. ഇത്രയും നേരമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് സത്യം പറഞ്ഞ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഈ തൊപ്പിയൊക്കെ ഇട്ടപ്പോ അന്യായി ക്രിഞ്ച് കേട്ടോ. എല്ലാരും അങ്ങനെ നോക്കല്ലേ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ ആശാമി. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. അളിയൻ പുറത്ത് നിൽക്കോട്ടെ, എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട്. അളിയാ ഓക്കെ കണ്ണടാ എന്തോ എന്തിനാ ചെറിയൊരു ക്ലൂ പറ. ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ വെറുതെ ഇപ്പഴാ 2 സർപ്രൈസോ? പിന്നെ ഒരു സർപ്രൈസ് അല്ല, 2 സർപ്രൈസ്. ഇപ്പൊ എവിടെ പോണ? ഞാൻ എവിടെ അടച്ചി അപ്പൊ കയ്യിലോ
മധുരം. ഇട്ടാ ഓക്കെ ഏ
വല്ലാത്ത സർപ്രൈസ് ആയി എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ. എന്റെ അമ്മ ഞാൻ ഇതങ്ങോട്ട് ഇട്ടപ്പോ ഒരു സൗണ്ട് തപ്പേന്ന്. ഞാൻ വിചാരിച്ചു വേറെ എന്തോ സംഭവം. എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു. ഇല്ല ഞാൻ പ്രതീക്ഷിച്ചില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഓ നിങ്ങൾ പൊളിയായിരുന്നു കേട്ടോ, കിടിലം പൊളി. ഓ താങ്ക് യു ബ്രോ, താങ്ക് യു. എന്താ പേരെന്തായിരുന്നു? പേര് രാജേഷ്. അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. താങ്ക് യു ബ്രോ, താങ്ക് യു. ഓക്കെ, നിങ്ങൾ ഇവിടുത്തെ അല്ലേ? ചടയമംഗലം അല്ലേ? നമ്മുടെ നാട്ടിലാട്ടോ. സെറ്റ് ചെവിക്കല്ല അടിച്ചു പോട്ടോ, പൊളി കിടിലം. ആരാ എൻ്റെ കയ്യിൽ കൈമണി എന്നാരായിരുന്നു? എവിടെ നീയല്ലേ വന്നത്? ഓക്കെ ഗൈസ്, അടിപൊളിയായിരുന്നു കേട്ടോ, കിടിലം. ഓക്കെ, പുള്ളിയാണ് നമ്മുടെ നമ്മൾ തുടങ്ങിയ കാലം മുതൽ പുള്ളി നമുക്ക് നമ്മുടെ വേലമുക്കിലെ പേട്ട എല്ലാം ചേട്ടനായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, കിടിലം പൊളി. ഇവര് കാണാനായിട്ട് എറണാകുളത്ത് നിന്ന് വന്ന കേട്ടോ. ഇന്ന് ബർത്ത്ഡേ എന്ന് അറിഞ്ഞില്ല അല്ലേ, അറിയാണ്ട് വന്നതാ. പേരെന്ത് പറഞ്ഞു? പേര് സോബിൻ അർജുൻ സോനിഷ. വന്നതില് സന്തോഷം കേട്ടോ എന്തായാലും. അയ്യോ നിങ്ങൾ അവിടുന്ന് വന്നതല്ലേ? അയ്യോടാ, നീ എന്തിനാ കൊണ്ടുവന്നാ? താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ഇതെന്ത് കടാ? എന്ത് കേക്കാടാ അത്? വെട്ടേക്കാണോ? ചെറുക്കൻ ഷർട്ടൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതല്ല, ഇത് ഞാൻ എടുത്തിട്ട് അവിടെ പോയി ഇത് ഇട്ട് നോക്കി അവിടെ വെച്ചതായത്. ആണോ? ഓക്കെ ഓക്കെ, താങ്ക് യു. ചേണ്ടമ്മളും വെടിക്കെട്ടായിരുന്നു, ആടിച്ച് പൊളിച്ച്. ആ ഇവിടുന്ന് വന്നിട്ട് പോയത് ഞാനും കുറച്ച് ഒരു 10-15 മിനിറ്റ് ആയി കാണും. എന്തേ മറ്റേ സംഭവം എടുക്കണോ? ട്രെയിൻ ട്രാവല് ബാക്കിലോട്ട് പോയ ഇച്ചിരി കൂടെ നേരത്തെ തന്നിരുന്നെങ്കിൽ അതെ. നീ അവിടെ വന്നപ്പോ വിളിച്ചെങ്കിലും മതിയായിരുന്നു. അപ്പൊ അവിടെ എത്തിക്കാണോ ഡ്രസ് എടുക്കാൻ? ഡ്രസ് എങ്ങനെ? ഷർട്ട് എങ്ങനെയുണ്ട്? അടിപൊളി. ഇതെന്റെ പാന്റ് അല്ലേടാ? ഇതെന്റെ പാന്റ്. ഇത് ഞാൻ ഇപ്പൊ പുതിയ മേടിച്ച. ആ ഇത് എന്റെ പാന്റ് ആട്ടോ. ഇത് ബിരിയാണി ഉണ്ട്. ഇനിയുണ്ടോ? ഓക്കെ, എന്തുവാ? പടക്ക് പൊട്ടിക്കണം. ഇതാട്ടോ അച്ഛൻ മേടിച്ചെന്ന റിങ്. എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള റിങ്ങാ ഇഷ്ടം. അത് അച്ഛൻ അറിയായിരുന്നല്ലേ, അതുകൊണ്ട് അതിന്റെ ഇടയിൽ കൂടെ അമ്മയെ ഒപ്പിച്ചു കേട്ടോ. വേണ്ടേ, അമ്മ ഒരു റിങ് ഒപ്പിച്ചിട്ടുണ്ട്. അച്ഛനെടുത്താ? ഓ അപ്പൊ എല്ലാരും സർപ്രൈസ് ആണ്. ആ ഓക്കെ, അച്ഛനും എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, പ്രവീണ് ചെറിയ കേക്കൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കത്തിതാടാ, റെഡി? അടിക്കോ. Happy birthday to you, to you. Happy birthday to you. Happy birthday dear Kochu. Happy birthday to you. The first birthday. Okay. Okay. Happy birthday. Okay. Okay. Happy birthday. Happy birthday. അമ്മ ബ്ലോഗ് എടുക്കുന്നത്. ആ ഓക്കെ 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 ഓക്കെ. ആനത്തോട്ട് പോയിക്കോ. പൊട്ടിട്ടോ അമ്മേ, മണല് വീഴുത്. അടുത്ത പൂതിരി വേറെ ഉണ്ടോ? ചെറിയ പണി കിട്ടി കേട്ടോ. ഇതിന്റെ കാല് ചെറുതായിട്ട് പൊള്ളി. എടാ നല്ലോണം പൊള്ളിയടാ സംഭവം. അത് ചരിഞ്ഞു പോയേട്ടാ. ഒരു സാധനം വന്നേ അപ്പഴേ മാറി. നീ വീഡിയോയിൽ നോക്കിക്കൊണ്ടിരുന്നു. കിഴിഞ്ഞു പോയി. കിഴിഞ്ഞു പോയി, അതേ ഉള്ളൂ. പൊള്ളിയില്ല, കിഴിഞ്ഞു പോയി. ഇങ്ങനെ കേട്ടോ.
ചെറുതായിട്ടൊന്ന് ഇതാക്കി. അഴലുന്നിപ്പോ ഉണ്ടോ? നാളെ ആകുമ്പോ കറക്റ്റ് അറിയാം. ഹേ ഗൈസ്, അപ്പോൾ എന്തായാലും ഒരു കിടുക്കാച്ചി ബർത്ത്ഡേ സെലിബ്രേഷൻ തന്നെ ആയിരുന്നു സുഹൃത്തുക്കളെ. പടക്കം പൊട്ടിച്ചപ്പോൾ ചെറിയൊരു അപാകത പറ്റി. ഇനി അങ്ങോട്ട് പടക്കത്തിന്റെ പരിപാടി ഞാൻ കുറച്ചിരിക്കുന്നു. അച്ഛൻ്റെ സർപ്രൈസ് ഒക്കെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല, ആരും അറിയിച്ചില്ല. കഥ വിട്ട് പൂട്ടി ഒരൊറ്റ മനുഷ്യൻ വെളിയിറങ്ങില്ലെന്ന് പറഞ്ഞു. എന്നിട്ടാണ് അവരെ കൊണ്ട് ഇവിടെ കൊണ്ട് നേരത്തെ ഇരുത്തിയത്. ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ചെണ്ടമേളൊക്കെ വരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. യാ ഗൈസ്, അപ്പോൾ അത്രയല്ലേ ഉള്ളൂ. സെറ്റ് അല്ലേ മുതമ്മ? ഹോപ്പ് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വരെ. ബൈ.